സൂര്യയായിട്ട് എങ്ങനെയായിരുന്നു? അദ്ദേഹമായിട്ട് 7ാം അറിവ് എന്ന് പറഞ്ഞ സിനിമയിലാണ് അഭിനയിച്ചത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ അത് കുറച്ച് കൂടുതൽ ദിവസം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 3-4 മാസം പല പല ഷെഡ്യൂളായിട്ട് ചെന്നൈയിൽ പോവുകയും വരികയും അഭിനയിക്കുകയും ഒന്നിച്ച് കുറേ സീക്വൻസസ് അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം യാതൊരു വ്യത്യാസമില്ല, വളരെ സോഫ്റ്റായിട്ടുള്ള ഒരാളാണ്, നല്ല ഒരു സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയെ കുറിച്ച് അത്യാവശ്യം അറിവുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാവരെയും അറിയാം. അതുപോലെ തന്നെ ആ പടത്തില് ഒരു സീക്വൻസിൽ പാട്ടില് ബ്ലഡ് കൊടുക്കുന്നുണ്ട്. അത് ഒറിജിനലായിട്ട് കൊടുത്തു. അതായത് അങ്ങനെ ഒരു ചീറ്റിക്കൊന്നുമില്ല. ഇപ്പൊ ചേട്ടന് സത്യം പറഞ്ഞപ്പോ ഇനിയിപ്പോ ഞങ്ങൾ പ്രേക്ഷകർ ഒന്നുകൂടെ ആ സിനിമ എടുത്ത് വെച്ചൊന്ന് കാണും. ശരിക്കും ഒറിജിനലായിട്ട് അത് ശരി. അദ്ദേഹം ഇതേപോലെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കഴിഞ്ഞിട്ട് സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞു, അത് കൊടുത്തെല്ലാം കഴിഞ്ഞിട്ട് മനസ്സിനൊരു സന്തോഷം എന്ന് പറഞ്ഞു. അയ്യോ, ഇന്നത്തെ ഒരാളാ. കുറച്ചു നേരമായിട്ട് മിണ്ടാതിരിക്കുവല്ലേ? അപ്പന്റെ വിശേഷമൊക്കെ അപ്പൻ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴേ അപ്പന്റെ വിശേഷമൊക്കെ ചോദിക്കാറുണ്ടോ? ഇങ്ങനെ ഈ തമിഴ് അന്ന് പിന്നെ ഈ സിനിമയൊക്കെ ചെയ്തപ്പോ കുഞ്ഞു പിള്ളേരാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം അറിയാലോ ഹൂയിസ് വിജയ്, ഹൂയിസ് സൂര്യ. അപ്പത്തേക്ക് ആ ഒരു ഫാൻ ബേസ് ഉണ്ടോ ഉള്ളില്? ഇവള് വിജയ് സാറെ ഫോൺ വിളിച്ചു. എപ്പോ കൊച്ചിലോ? രാത്രി 11:00-11:30 എങ്ങാണ്ട് നമ്പർ എടുത്തിട്ട്, എന്നിട്ട് അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു. ചേട്ടന്റെ ഫോണില് ഇവളെ വിളിച്ചത് കളിച്ചപ്പോഴും കണ്ട് അറിയാതെ കോള് പോയത്. സാർ തിരിച്ചു വിളിച്ചിട്ട് വിളിച്ചിരുന്നോന്ന് ചോദിച്ചു തിരിച്ച്. അന്നേരം ഞാൻ പറഞ്ഞു, അയ്യോ സാർ അങ്ങനെയല്ല, ഇങ്ങനെ കുട്ടി കയറി കളിച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. അപ്പന്റെ ഫോണിൽ എന്തായാലും നമ്പർ ഉണ്ട്. ഇല്ല, ആ നമ്പർ മാറി. എന്റെ അപ്പ എന്നാ മാറ്റിയേ? അത് അദ്ദേഹം മാറ്റിയതാ, ഞാനല്ല മാറ്റിയത്. എന്റെ ഫോണിൽ ഇപ്പോഴും ആ നമ്പർ കിടക്കും. അറ്റ്ലീസ്റ്റ് പുതിയ നമ്പർ കിട്ടി വിളിക്കുവാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ കൺഗ്രാറ്റ്സ് പറയണം കേട്ടോ. ഇങ്ങനെ നടന്നു പോകുന്ന അങ്ങനെ വിളിച്ചു നിർത്തി പറയണ്ട. ഇതേപോലെ ഒരു സാഹചര്യം കിട്ടുമ്പോ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും പറയാം കേട്ടോ. അപ്പൊ അറ്റ്ലീസ്റ്റ് ഭാവിയിൽ പറയാൻ പറ്റില്ല, ആനീസ് കിച്ചണിൽ ചിലപ്പം CM ഒക്കെ ഇരുന്ന് വന്ന് വർത്താനം പറഞ്ഞാലോ ഈ ഒരു വാക്കിന്റെ പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. അതാ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശ്വര, ഞാൻ ഇന്നോട് സ്വപ്നം കണ്ടോളൂ. അല്ല ശരിക്കും വിജയ് ഫാൻ അല്ലാത്ത ആരുമില്ല അല്ലെ? ചേട്ടൻ വന്ന സമയത്തൊക്കെ സ്റ്റേജ് ഷോ എന്ന് പറയുന്ന ഒരു ഓളമായിരുന്നു. പക്ഷെ ഇപ്പത്തെ സ്റ്റേജ് ഷോക്ക് ഒരുപാട് മാറ്റമുണ്ട്. ആ കമ്പയർ ചെയ്യുമ്പോ വിച്ച് വൺ ഇസ് ബെറ്റർ? അതോ നാടോടുമ്പേ നടുവേ ഓടണം അങ്ങനെ ഉദ്ദേശിക്കുന്നതാണോ? അല്ല, നമ്മളങ്ങനെ പഴയ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല സ്പേസും കുറച്ചുകൂടിയൊക്കെ നമുക്ക് ഈ ഇത്തരം തമാശ പരിപാടികൾക്ക്, സ്റ്റേജ് ഷോയ്ക്കൊക്കെ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ വന്നു ഇതിലേക്കെന്നുള്ളത് നമുക്കൊരു വലിയ അഡ്വാൻറ്റേജാണ്. കറക്റ്റാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു റീൽ ഇട്ടാൽ പോലും വലിയ എക്സ്പോഷറും അതിൽ നിന്ന് ഹിറ്റായി അതിൽ നിന്ന് തന്നെ നല്ല നല്ല സിനിമകൾ കിട്ടുന്നൊരു കാലത്താണ്. അപ്പം എല്ലാം രണ്ട് കാലത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ എന്നത്. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് ഹാസ്യം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ട്രൂപ്പിലുള്ള അല്ലെങ്കിൽ പ്രോഗ്രാംസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ആണെന്ന് ഞാൻ പറയും. സത്യം, എത്രയോ കഴിവുള്ളവരാണ്. കാരണം അതുകൊണ്ടാണ് അവർ ഇന്നത്തെ കാലത്ത് അത് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് അവർക്ക് ഹിറ്റാക്കാൻ പറ്റുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ തലമുറയിലുള്ള അല്ലെ പുതിയ ആളുകൾക്ക് അല്ലെങ്കിൽ കണ്ടു വന്നവർക്ക് എന്തെങ്കിലും പുതുമ കൊടുക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ടാലൻ്റ് അവർക്ക് ഉള്ളതുകൊണ്ടല്ലേ അവരത് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് അവരെ അംഗീകരിച്ചേ പറ്റുള്ളൂ നമ്മൾ. സത്യം. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ.